മാനുഷികമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്നതെന്ന ചിന്തയായിരിക്കാം വിക്ടർ ഹ്യൂഗോയുടെ ലാ മിസറബിൾ എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ നാലപ്പാട്ടിന് പ്രേരകമായതെന്ന് കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം വി നാരായണൻ പറഞ്ഞു. പാവങ്ങൾ വിവർത്തനം ചെയ്ത നാലപ്പാട്ട് നാരായണ മേനോന്റെ ജന്മനാട്ടിൽ പാവങ്ങളുടെ 100 വർഷം എന്ന പേരിൽ നോവലിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂറോപ്പിലെ തൊഴിലാളികൾക്ക് ആ കാലത്തുണ്ടായ ജീവിത പുരോഗതിയെ മലയാളിക്കും ലഭ്യമാക്കണമെന്ന ഉത്തമ ബോധ്യമായിരുന്നു പരിഭാഷയിലേക്ക് നയിച്ചത്. ചരിത്രത്തെ പുനർനിർണയിക്കുന്നതായിരുന്നു ലാ മിസറബിളും അതുപോലെ തന്നെ മലയാളത്തിലെ പാവങ്ങളും. ഭൂതകാലത്ത് വേട്ടയാടപ്പെടുന്നവരുടെ വേദനയെ സംക്രമിപ്പിക്കാനും ദാർശനികതയുടെ ചോദ്യത്തെ അതിന്റെ ഏറ്റവും വലിയ അതിരുകളിലേക്ക് കൊണ്ടുപോകുന്ന ഈ കൃതി ഭൂമിയിൽ നരകം സൃഷ്ടിക്കുന്നിടത്തോളം കാലം ജീവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരർത്ഥത്തിൽ ഈ നോവലിൽ വരുന്നത് മുമ്പ് ആന്റിഗണിയിലും ഒക്കെ ഉയർത്തപ്പെട്ടിട്ടുള്ള ഈ ധാർമ്മികത എന്ന് പറയുന്ന ബോധത്തിൻ്റെ മൊറാലിറ്റി, എത്തിക്സ് എന്ന് പറയുന്നത് സിംഗുലറായിട്ടുള്ള ഒരു എത്തിക്സ്, ദൈവങ്ങൾ നിശ്ചയിച്ച് മനുഷ്യർ അനുസരിക്കുന്ന കൃത്യമായ ഒരു ധാർമ്മിക ലോകം ഉണ്ടോ? അത്തരമൊരു ധാർമ്മിക ലോകത്തിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? വൈരുദ്ധ്യങ്ങളുണ്ടോ? ആ വൈരുദ്ധ്യങ്ങളിൽപ്പെട്ട വ്യക്തികളും സമൂഹങ്ങളും എങ്ങനെ ഉഴലുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നു. കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായാണ് പാവങ്ങളുടെ 100ാം വാർഷികം ആഘോഷിച്ചത്. NK അക്ബർ MLA അധ്യക്ഷതയിൽ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ സ്വാഗതം പറഞ്ഞു. വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് VK ശ്രീരാമൻ ആമുഖ പ്രഭാഷണം നടത്തി. മുൻ MLA KV അബ്ദുൾ ഖാദർ, പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സുലോചന നാലപ്പാട്ട്, സുധാ നാലപ്പാട്ട്, ഡോക്ടർ രാജേഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാവങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി നടത്തുന്ന ചായം ചിത്രകലാ ക്യാമ്പ് അശോകൻ ചെരുവിൽ ചിത്രകാരി ദീപ്തി ജയന് ക്യാൻവാസ് നൽകി ഉദ്ഘാടനം ചെയ്തു. വിവർത്തന സാഹിത്യ രംഗത്ത് അമൂല്യ സംഭാവനകൾ അർപ്പിച്ച N മൂസക്കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. വിഖ്യാത നോവൽ പാവങ്ങളുടെ ആദ്യ നാടകാവിഷ്കാരം ആസ്വാദക ഹൃദയങ്ങൾക്ക് അവിസ്മരണീയാനുഭവമായി. ലേ മിസറബിൾ വിവർത്തനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് പുന്നീർകുളം കമലാ സുരയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് നാടകാവതരണവും ആഘോഷവും ഒരുക്കിയത്. ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ രചിച്ച വിശ്വവിഖ്യാതമായ ഫ്രഞ്ച് നോവലാണ് ലെ മിസറബിളെ. 1862 ഈ കൃതി പുറത്തിറങ്ങുന്നത്. പിന്നീട് 1863 അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്ന ചാൾസ് വിൽബോർ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് ലെസ് മിസറബിൾസ് എന്ന പേരിൽ തർജ്ജമ ചെയ്തു. 1925 പാവങ്ങൾ എന്ന പേരിൽ ഈ കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അന്നുവരെ തുടർന്നു പോന്നിരുന്ന രചനാസങ്കല്പങ്ങളെയും സങ്കേതങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും പുതിയ ഒരു പാതയൊരുക്കുകയാണ് ഈ വിവർത്തന കൃതി ചെയ്തത്. സ്വാതന്ത്ര്യസമരവും നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളും സജീവമായിരുന്ന കേരളത്തിൽ പാവങ്ങൾ വിസ്മയകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. നോവലിന്റെ ദൃശ്യാഖ്യാനമാണ് അരങ്ങിലൂടെ എത്തിയത്. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നായി കണക്കാക്കുന്ന ആ സാഹിത്യരൂപം തൃശൂർ നാടകസംഘം രംഗാഞ്ജലിയാണ് അരങ്ങിലെത്തിച്ചത്. നോവലിനെ ആസ്പദമാക്കി 7ഓളം കലാകാരന്മാർ ചേർന്നാണ് നാരായണൻ മാസ്റ്റർ എഴുതിയ കവിതാലാപനത്തോടും OC മാത്യുവിന്റെ സംഗീതത്തോടും കൂടി കഥാപാത്രങ്ങളെ പകർന്നാടിയത്. നോവൽ വിവർത്തനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പിൽ 12ൽ പരം ചിത്രകലാകാരന്മാർ പങ്കെടുത്ത ലൈവ് ചിത്രരചനകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ പൊതുയോഗവും ഉച്ചയ്ക്ക് സെമിനാറും നടന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇനിയും